ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് എന്നൊന്നും ഞാൻ പറയണില്ലടാ. വാടാ നമുക്ക് എന്താക്കടാ ഒരുമിച്ചിരുന്ന് പഠിക്കടാ. സൗണ്ടൊക്കെ കുറച്ച് റെഡിയായി വരുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താ? ഇന്നത്തെ വീഡിയോ ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ഡെറിവേഷൻസും, ഓൺലി ഡെറിവേഷൻസ് നമ്മൾ എന്താക്കും ഇന്നത്തെ വീഡിയോ ചെയ്യും. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഡെറിവേഷൻസ് ഈസി ടു റിമെമ്പർ രീതിക്ക് ഞാൻ എന്താക്കുന്നുണ്ട്, ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ളത് എന്താ, ഇതൊരിക്കലും ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ അല്ല. ഇതെന്താണ്, വെരി ഷോർട്ട് കട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫുൾ മാർക്ക് ഡെറിവേഷൻസ് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള വീഡിയോ ആണ്. സോ വീഡിയോയിലേക്ക് പോകാം. ഈ ചാപ്റ്ററിന് 9 മാർക്കിന് ചോദിക്കും. അതിൽ എല്ലാ ഡെറിവേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഈസി ടു സ്കോർ ആണ്. സോ നമുക്ക് എന്താക്കടാ വീഡിയോയിലേക്ക് പോയിക്കൂടെ? വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ഫസ്റ്റ് ഡെറിവേഷൻ എന്താടാ? വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. അല്ലാതെ നിങ്ങൾ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദിസ് അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം? വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? അതിന്റെ ആൻസർ ആണ് എന്താടാ? പാസ്കൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്കൽസ് ലോ ബേസ് ചെയ്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ ആൻസർ ചെയ്യുന്ന ഇതേ ഫോർമാറ്റില്ലേ, നിങ്ങൾ അതേ ഫോർമാറ്റ് ഉപയോഗിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ലെറ്റ്, കൺസിഡർ, അല്ലെ സിൻസ്, ദാറ്റ്സ് വൈ അങ്ങനത്തെ കുറേ മാജിക്കൽ വേർഡ്സ് ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഡെറിവേഷൻ അനദർ ലെവലിലേക്ക് കൊണ്ടുപോകും. സോ എക്സാം പേപ്പർ നോക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഡെറിവേഷൻസ് ഒക്കെ കണ്ട ഫിഗർ ഉണ്ട്, അതുണ്ട്, കാര്യം ഡീറ്റെയിൽ ചെയ്ത് ഈ മാർക്ക് ഉണ്ട്, അവസാനം കള്ളിയിലാക്കി ഈ ഫോർമാറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കുറയത്തില്ല. വൃത്തിക്ക് എന്താക്കുക, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഡെറിവേഷൻ എന്താക്കുക, ഈ ഫോർമാറ്റ് തന്നെ നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക. സോ നമുക്ക് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് നോക്കാം. എന്താണ് പാസ്കൽസ് ലോ? എ പ്രഷർ ഈസ് അപ്ലൈഡ് അറ്റ് എനി പാർട്ട് ഓഫ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ആൻഡ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൽ എവിടെയെങ്കിലും നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈക്വലി ആണ് എല്ലാ സ്ഥലത്തും ആക്ട് ചെയ്യുക. അത് മാത്രമേ പാസ്കൽസ് ലോ പറയുന്നുള്ളൂ. സോ ഇതെന്താക്കുക, നിങ്ങൾ വൃത്തിക്ക് എഴുതിയെടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്? ഇതാണടാ പാസ്കൽസ് ലോയിൽ വരുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഈ പാസ്കൽസ് ലോ ആണ് ഈ JCBയിലൊക്കെ ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്ത് നമുക്ക് കൂടുതൽ ഫോഴ്സ് കിട്ടണം. എന്ന് പറഞ്ഞാൽ JCBയിൽ നമ്മളൊരു പുഷ് കൊടുക്കുന്നേ ഉള്ളൂ, നമുക്ക് കൂടുതൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് എന്താ ഓരോ സാധനം പൊക്കാൻ പറ്റുന്നില്ലേ? ഇത് മാത്രമേ ഉള്ളൂടാ ഹൈഡ്രോളിക് ലിഫ്റ്റ്. പിന്നെ നിങ്ങൾ കാർ വാഷിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു സ്വിച്ച് നിൽക്കുമ്പോഴേക്ക് കാറ് പൊക്കിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ വാഷ് ചെയ്യണം. എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കും, നമുക്ക് വലിയ ഫോഴ്സ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇത് മാത്രമേ ഉള്ളൂ പാസ്കൽസ് ലോയും ഹൈഡ്രോളിക് ലിഫ്റ്റും. ബട്ട് നമ്മൾ അതെന്താക്കണം? എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരണം. അത് എക്സ്പ്ലെയിൻ ചെയ്തുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഒരു സൈഡ്, ഇതാണ് നമ്മൾ രണ്ടാമത്തെ സൈഡ്. ഈ സൈഡിലുള്ള ഏരിയ ആണ് എന്തടാ? അവിടെ പിസ്റ്റൻ്റെ ഏരിയ ആണ് എന്തടാ? A1. ഇവിടെ കാണുന്ന ലാർജ് പിസ്റ്റൻ്റെ ഏരിയ ആണ് എന്തടാ? സിമ്പിൾ A2. ഇവിടെ നമ്മൾ എന്താക്കണ്? ഒരു ഫോഴ്സ് കൊടുക്കണം, ഒരു ഫോഴ്സ് F1 അപ്ലൈ ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? ഫ്ലൂയിഡ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഒരു ഫോഴ്സ് കിട്ടും. അതാണ് എന്തടാ? F2. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫിഗർ കറക്റ്റ് വരക്കുക. ഇവിടെ എന്ത് ലോഡ് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ F1, F2, A1, A2 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്താക്കുക? ഡീറ്റെയിൽ ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ A1 എന്ന് പറയുന്ന സ്മോൾ പിസ്റ്റണിൽ F1 എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ A2 എന്ന് പറയുന്ന ലാർജ് പിസ്റ്റണിൽ F2 എന്ന് പറയുന്ന വലിയ ഫോഴ്സ് കിട്ടുന്നതുകൊണ്ട് ആ ലോഡ് പൊങ്ങുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ F1നേക്കാൾ കൂടുതൽ ഫോഴ്സ് ഈ F2ൽ കിട്ടുന്നതുകൊണ്ടല്ലേ ഈ ലോഡ് പൊങ്ങണത്. F2 എന്ന് പറയുന്ന കൂടുതലായതുകൊണ്ടല്ലേ ലോഡ് പൊങ്ങണത്. ആ F2 എന്ന് പറയുന്ന കൂടുതൽ ഫോഴ്സ് അവിടെ എങ്ങനെ വരുന്നു എന്നാണ് നമുക്ക് എന്താക്കേണ്ടത്? ഡിറൈവ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി വെക്കുക. എളുപ്പമല്ലേ? അത് ഡിറൈവ് ചെയ്തെടുക്കാൻ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? പ്രഷർ അറ്റ് പിസ്റ്റൺ 1 കൺസിഡർ ചെയ്യണം. ഈ പ്രഷർ അറ്റ് പിസ്റ്റൺ 1 എന്താ? P1 ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാ? F1. ഇവിടെ ഉണ്ടാകുന്ന ഏരിയ എന്താ? A1. അതവിടെ വെക്കുക. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയെടുക്കട്ടോ. പ്രഷർ അറ്റ് പിസ്റ്റൺ P2 എന്താ? അഥവാ പിസ്റ്റൺ 2 ഈസ് ഈക്വൽ ടു P2. പ്രഷർ അറ്റ് പിസ്റ്റൺ 2 ഈസ് ഈക്വൽ ടു P2 എന്താ? ഫോഴ്സ് ബൈ ഏരിയ തന്നെ. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താ? F2. ഏരിയ എന്താ? A2. ഇനിയാണ് നമ്മളെ കഥാനായകനായ പാസ്കൽ എന്ത് പറഞ്ഞത്? നമ്മൾ എവിടെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് എല്ലായിടേക്കും കിട്ടുന്നത് ഒരേപോലെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബൈ അപ്ലൈയിങ് പാസ്കൽസ് ലോ നമുക്ക് എന്ത് പറയാം? P1 ഈസ് ഈക്വൽ ടു P2 എന്ന് പറഞ്ഞൂടെ? യെസ്, സിമ്പിൾ. P1 എന്താ? F1 ഡിവൈഡഡ് ബൈ A2 അല്ല A1 ഈസ് ഈക്വൽ ടു F2 ഡിവൈഡഡ് ബൈ A2. പക്ക ആയില്ലേ? ഇതാണ് നമ്മളെ ഇക്വേഷൻ.
ബട്ട് നമുക്ക് എന്താണ് വേണ്ടത്? എങ്ങനെ F2 അധികം കിട്ടുന്നല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? F2ന്റെ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതി കൂടെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലേ എങ്ങനെ F2 അധികം കിട്ടുന്നു എന്നല്ലേ? സോ F2 ഈസ് ഈക്വൽ ടു F1 ഡിവൈഡഡ് ബൈ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 ഡിവൈഡഡ് ബൈ A ഡിവൈഡഡ് ബൈ A2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈഡ് ബൈ A2. ഇതാണ് എന്താടാ F2ന്റെ ഇക്വേഷൻ. ഇനി എന്തുകൊണ്ടായിരിക്കും F2 അധികം കിട്ടുന്നത്? ഇവിടുത്തെ ഏരിയ നിങ്ങൾ നോക്കിയാൽ ഇവിടുത്തെ ഏരിയ കുറവാണെങ്കിൽ F2 കൂടുതൽ കിട്ടും. ഇവിടുത്തെ ഏരിയ കൂടുതലാണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ ആയതുകൊണ്ട് F2 അധികം കിട്ടും. കാരണം ഈ വാല്യൂ കൂടുമ്പോൾ ഈ വാല്യൂ കൂടും, ഈ വാല്യൂ കുറയുമ്പോൾ എന്താവും? ഈ വാല്യൂ കൂടും. A1 എന്ന് പറഞ്ഞ വാല്യൂ കുറയുമ്പോൾ ഈ വാല്യൂ കൂടും. A2 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈഡ് ബൈ ആയതുകൊണ്ട് ഈ വാല്യൂ കൂടുമ്പോൾ F2ന്റെ വാല്യൂ കൂടും. സോ സിൻസ് A2 ഗ്രേറ്റർ ദാൻ A1, സിൻസ് A2 ഗ്രേറ്റർ ദാൻ A1 എന്ന് പറഞ്ഞ് ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന F2 എന്തായിരിക്കുംടാ? ഗ്രേറ്റർ ദാൻ F1 ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ കൂടുതലും ഈ ഏരിയ കുറവുമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന F2 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. This is the working principle. F2 അധികം കിട്ടിയില്ലേ? സിമ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് എന്താ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നും കൂടി എഴുതി കഴിഞ്ഞ് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടും. 3 മാർക്കിന് ചോദിക്കാറുണ്ട്. എളുപ്പമല്ലേ? നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് പോയിക്കൂടെ? നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ഡെറിവേഷനിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അടുത്ത രണ്ടാമത്തെ ഡെറിവേഷൻ ആണ് എന്താ? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫോർ എ ലിക്വിഡ് ഇൻ സ്ട്രീംലൈൻ ഫ്ലോ യൂസിങ് കൺസർവേഷൻ ഓഫ് മാസ്. എന്തേ മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ എന്താക്കണേ? ചെടി നനക്കാന്ന് വെച്ചോ. നമ്മളെ കയ്യിൽ ഒരു പൈപ്പ് ഉണ്ട്. നമ്മൾ ആ പൈപ്പിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ചെടി നനക്കാന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ സാധാരണ നനക്കുമ്പോൾ വെള്ളം എങ്ങനെയാ വരിക? മെല്ലിയാണ് വരിക. സോ നമ്മൾ വിരലെടുത്ത് ആ പൈപ്പിന്റെ അറ്റത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം സ്പീഡിൽ വരില്ലേ? ഇതിനാണ് എന്ത് പറയണ? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാം. ഇനി നമുക്ക് എന്താണെന്നറിയോ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്? നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ പിടിക്കും അതിൽ നിന്ന് വെള്ളം മെല്ലെ പോണു? എന്തുകൊണ്ട് ആ വിരൽ അറ്റത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം സ്പീഡ് പോണു? ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് എന്താക്കേണ്ടതാ? ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് നമ്മൾ എന്താ പറയാ ഏറ്റവും സിംപ്ലസ്റ്റ് ഡെഫിനേഷൻ ഓഫ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ പൈപ്പുള്ള സാധനം കൺസിഡർ ചെയ്യണം. കാരണം നമ്മൾ പൈപ്പാന്നല്ല നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കണ്ടേ? അത് നമ്മൾ എന്താ ചെയ്താ? ഇങ്ങനെ ചെയ്താ കൺസിഡർ എ റീജിയൻ ഓഫ് സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എ ലിക്വിഡ് ആസ് ഷോൺ ഇൻ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പിൽ കൂടെ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റം വലുതല്ലേ? അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിനെ ഞാൻ A എന്ന് വിളിച്ചു. ആൻഡ് അതേപോലെ സിമിലർലി ഈ സ്ഥലത്തിനെ ഞാൻ B എന്ന് വിളിച്ചു. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താ? A2. ഒന്നുമില്ല, ഞാൻ അവിടെ 2 കേസ് ഒരുമിച്ച് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സ്പീഡ് പോകുന്ന കേസും വെള്ളം മെല്ലെ പോകുന്ന കേസും. നിങ്ങൾക്കറിയാം ഇതിലൂടെ വെള്ളം ഒഴുകുന്നത് V1 എന്ന് പറയുന്ന വെലോസിറ്റിയിലാണെങ്കിൽ ഇതിലൂടെ വെള്ളം ഒഴുകുന്ന സെയിം വെലോസിറ്റി ആയിരിക്കും. നിങ്ങൾക്കറിയാം ഈ എഡ്ജ് ചെറുതാക്കുമ്പോൾ എന്താകും? വെള്ളം സ്പീഡിൽ ഒഴുകും. സോ ഇതിലൂടെ ഒഴുകുന്ന വെലോസിറ്റി എന്താ? V2. ഇതുവരെ പക്ക അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ A1 എന്താണെന്ന് എഴുതുക, A2 എന്താണെന്ന് അറിയുക, V1 എന്താണെന്ന് അറിയുക, V2 എന്താണെന്ന് എഴുതുക. A1 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് A, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് B ആണ് എന്ത്? A2. V1 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് A, V2 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് B. ഇതുവരെ പക്ക അല്ലേ? ഇനി എന്തെടുക്കടാ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ വെള്ളം ഒഴുകി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും വെള്ളം ഒഴുകി A' എത്തി എന്ന് പറഞ്ഞു. ഈ A എന്ന് വെള്ളം ഒഴുകി A' എത്തി. അങ്ങനെയാണെങ്കിൽ ബിയിലുള്ള വെള്ളം ഒഴുകി എന്താ അറിയോ? ഒരു പോയിന്റ് എത്തൂലേ? അവിടെ B' എന്ന് എടുത്തു. ഓക്കെ അല്ലേ? ഇതുവരെ പക്ക അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് ഒഴുകിയ വെള്ളം A' B എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ? ഒരു പൈപ്പിന്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ കൂടി ബാക്കി വെള്ളം ഒഴുകി പോകില്ല. എന്നാലല്ലേ അടുത്ത വെള്ളത്തിന് വരാനാവും. മുന്നിൽ കൂടി പോകുമ്പോൾ അടുത്ത കാര്യം വരും. അങ്ങനെയല്ലേ പൈപ്പിന്റെ ഉള്ളിൽ കൂടി വെള്ളം പോവുക. സോ ഇതിൽ കൂടി കയറിയപ്പോൾ ഇതിലൂടെ വെള്ളം പോയി. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം, സ്പീഡ് എന്ന് പറയുന്ന കാര്യം എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ എത്ര ഡിസ്റ്റൻസ് ഒഴുകിയെന്ന് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതിക്കൂടെ? സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതിക്കൂടെ? അങ്ങനെ വെള്ളം ഒഴുകിയത് ∆t ടൈമിലാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാടാ? V1 ഇൻറ്റു ∆t. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം ഈ V1 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ ഒഴുകുന്നത് അവിടെ ∆t ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്താ? ∆t. അതേപോലെ സിമിലർലി ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ ഡിസ്റ്റൻസ് എന്താ? V2 ∆t. ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു സെയിം എമൗണ്ട് മാസുള്ള 1 കിലോ വെള്ളം ഇതിലേക്ക് കയറിയതെങ്കിൽ
അതിനർത്ഥം എന്താ, ഇതിലൂടെ 1 കിലോ വെള്ളം ഒഴുകിപ്പോയി എന്നല്ലേ. കാരണം 1 കിലോ വെള്ളം കാര്യമെങ്കിൽ ഇതിലൂടെ 1 കിലോ വെള്ളം ഒഴുകിപ്പോയി. അതിനടുത്ത സമയമാണെങ്കിൽ കുറച്ച് കുറവാന്നേ ഉണ്ടാവും. കാരണം 1 കിലോ വെള്ളം കാര്യമുണ്ടെങ്കിൽ ഇതിലൂടെ എന്തായാലും 1 കിലോ വെള്ളം പുറത്തേക്ക് പോയിണ്ടാവും. സോ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാം, എ റീച്ചസ് എ ഡാഷ് ആൻഡ് ബി റീച്ചസ് ബി ഡാഷ് ഇൻ ടൈം ഡെൽറ്റ ടി. അത് എഴുതാം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം എ ഡാഷിലെത്തി, ബിയിൽ നിന്ന് വെള്ളം ബി ഡാഷിലെത്തി, ഡെൽറ്റ ടി ടൈമുണ്ട്. ബൈ കൺസർവേഷൻ ഓഫ് മാസ്, ഇതിൽ നിന്ന് ഒഴുകിയ വെള്ളം തന്നെയാണ് ഇതിലേക്ക് എത്തുക. ഒന്നുമില്ല, എം എ ഡാഷ് തന്നെയായിരിക്കും എന്ത്, എം ബി ബി ഡാഷ്. ഇത് നമുക്കറിയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു 1 കിലോ കാര്യം കഴിഞ്ഞാൽ 1 കിലോ തന്നെ പുറത്തേക്ക് ഇറങ്ങും. നിങ്ങൾക്ക് എന്തറിയടാ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താ, മാസ് ബൈ വോളിയമാണ്. അത് സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ മാസ് എന്താ, സിമ്പിൾ, ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. അതുവരെ പക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാസ് നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതിക്കൂടെ. ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടുത്തോളം വരെ എത്തിയ വോളിയം എന്താ, വി എ ഡാഷ് ഇൻറ്റു ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വി ബി ബി ഡാഷ് അല്ലേ. ഇവിടുന്ന് എടുത്ത് ഇവിടത്തേക്ക് എത്തിയ വോളിയം. ഞാൻ എന്തുകൊണ്ട് ഡെൻസിറ്റി വി എ ഡാഷ് ബി ഡാഷ് എന്ന് എടുക്കാത്തത്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഒഴുകുന്ന വെള്ളം സെയിം അല്ലേ. സോ അതിന്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇക്വേഷൻ്റെ അപ്പുറം ഇപ്പുറം സെയിം സാധനം വന്നാൽ വെട്ടിക്കളയാം, ടിഷ് ടിഷ്. സോ നമുക്ക് എന്ത് കിട്ടും, വി എ ഡാഷ് ഈസ് ഈക്വൽ ടു വി ബി ബി ഡാഷ്. ഇതുവരെ പക്ക അല്ലടാ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വി ബി എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ഈ സാധനമല്ലേ, ഇവിടം വരെയുള്ള സാധനത്തിന്റെ വോളിയം അല്ലേ. ഈ വോളിയത്തിന്റെ ഷേപ്പ് നിങ്ങളൊന്ന് നോക്കിയേ. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തിന് പെടുത്തിട്ട് ഹൈറ്റ് ആണ്. ബട്ട് ഇതിന്റെ ഷേപ്പ് ഒന്ന് നോക്കിയേ. ഈ ഷേപ്പ് ഞാൻ ഇങ്ങനെ വരക്കുന്നു എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സാധനം അല്ലേ അവിടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേപ്പ് എന്താടാ, ഈ ഷേപ്പ് സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ലേ. സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം ഒഴുകുന്ന ഷേപ്പ് എന്താ, സിലിണ്ട്രിക്കൽ ഷേപ്പിലല്ലേ വെള്ളം ഒഴുകുന്നത് പൈപ്പിന്റെ ഉള്ളിൽ കൂടി. സോ സിലിണ്ട്രിക്കൽ ഷേപ്പിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താടാ, ഒന്നുമില്ല, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത്, ഈ സിലിണ്ട്രിക്കൽ ഷേപ്പിന്റെ ഏരിയ ആണ്. ഈ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ, അത് ഈ കേസിൽ എന്താ A1. ആൻഡ് ഈ കേസിൽ ഈ ഹൈറ്റ് എന്താ, ഇതിനെ ഇങ്ങനെ വരച്ചതല്ലേ ഇത് V1 ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സിലിണ്ട്രിക്കലിന്റെ വോളിയം എന്താ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ A1 ഇൻറ്റു ഹൈറ്റ് എന്താ, V1 ഡെൽറ്റ ടി. സിമിലർലി ബി ബി ഡാഷിനെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസ് ഏരിയ എന്താ, അത് ഒരു കുഞ്ഞായിരിക്കുന്നുള്ളൂ. എന്താ വരിക, ഈ ബേസ് ഏരിയ A2. ഇതിന്റെ ഹൈറ്റ് എന്താ വരിക, V2 ഡെൽറ്റ ടി. ഇതൊക്കെ നിങ്ങൾ സൈഡിൽ എന്താക്കുക, വൃത്തിക്ക് വരച്ച് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് വാവ് ഏയ് അങ്ങനെ തോന്നും. സോ എന്ത് കിട്ടും, വി ബി വി ഡാഷിന് എന്ത് കിട്ടും, ബേസ് ഏരിയ എന്താ വരിക A2 ആൻഡ് ഹൈറ്റ് എന്താ വരിക V2 ഡെൽറ്റ ടി. ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു, ഇക്വേഷൻ്റെ അപ്പുറം ഇപ്പുറം സെയിം കണ്ടാൽ വെട്ടിപ്പോവാം. അങ്ങനെ എന്ത് കിട്ടും, A1 V1 ഈസ് ഈക്വൽ ടു A2 V2 ഇത് കിട്ടും. ഇതാണ് നമുക്ക് എന്താ കിട്ടണ, ഡിറൈവ് ചെയ്തതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 എന്ന് പറയുന്ന ഏരിയ ഓഫ് ദിസ് സൈഡ്, V1 എന്ന് പറയുന്ന ഏരിയ ഓഫ് ദാറ്റ് സൈഡ്. അത് എന്തിനായിരിക്കും, ഇതിലൂടെ പോകുന്നത് A2നും V2നും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ AB എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് എന്താടാ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തില്ലേ. ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ V കൂടുമ്പോൾ A കുറയും, A കൂടുമ്പോൾ V കുറയും എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ ആവുമ്പോൾ എന്താവും, വെലോസിറ്റി കുറയും. A കൂടുമ്പോൾ വെലോസിറ്റി കുറയും, അതുകൊണ്ട് മെല്ലെ പോകും. ആൻഡ് ഏരിയ കുറയുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി കൂടും, അതുകൊണ്ട് എന്താവും, സ്പീഡ് പോകും. ആദ്യം പറഞ്ഞ എൻ്റെ ആദ്യം പൈപ്പ് പിടിക്കുന്ന കേസ് നമ്മൾ പറഞ്ഞില്ലേ, അത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തില്ലേ. പക്കാലടാ. ഇതാണ് എന്താടാ എക്സ്പ്രഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമുക്ക് ഇനി എന്താക്കാം, അടുത്തലേക്ക് പോയിക്കൂടെ. ഇത് സിമ്പിൾ അല്ലേ, അടുത്തലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അടുത്ത മൂന്നാമത്തെ എന്താടാ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ബെർണോളിസ് പ്രിൻസിപ്പിൾ യൂസിങ് എ നീഡ് ഡയഗ്രാം. ഇത് സാധാരണ 5 മാർക്കിനാണ് ചോദിച്ചു കാണാറ്. അത് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം, ആദ്യം നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതെന്താ, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ആസ് വി മൂവ് അലോങ് എ സ്ട്രീം ലൈൻ ദ സം ഓഫ് ദ പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ നിർത്താതെ ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് എന്ന് വെക്കുക. അപ്പോൾ ഈ എൻഡിലുള്ള പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്തിന് ഈക്വൽ ആയിരിക്കും, ഇവിടുത്തെ പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി യൂണിറ്റ് വോളിയത്തിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഒരിക്കലും ഇവിടുത്തെ കൈനറ്റിക് എനർജി അല്ല ഇവിടുത്തെ കൈനറ്റിക് എനർജി, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അല്ല ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി, ഇവിടുത്തെ പ്രഷർ അല്ല ഇവിടുത്തെ പ്രഷർ. ബട്ട് ഇതിന്റെയൊക്കെ സമ്മ് ഇവിടെയും
ഇവിടെയും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പ്ലസ് ഹാഫ് റോ ബി സ്ക്വയർ പ്ലസ് ഹാഫ് അല്ല സോ റോ ജി എച്ച് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് കൈനറ്റിക് എനർജി അല്ലേ പറഞ്ഞത്, ഇതെന്താ റോ വരുന്നത് എന്ന്? കൈനറ്റിക് എനർജി അല്ല തന്നത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. ബട്ട് ഇവിടെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം തന്നത്. പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ വി എന്ന് പറഞ്ഞാൽ എന്താ, അത് വെലോസിറ്റി ആണ്, ഇത് യൂണിറ്റ് വോളിയത്തിന്റെ വി ആണ്. ഇത് വെലോസിറ്റിൻ്റെതാണ്, ഇത് യൂണിറ്റ് വോളിയത്തിന്റെ ആണ്. മാസ് ബൈ വോളിയം എന്തായിരുന്നു, ഡെൻസിറ്റി അല്ലേ. മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. സോ ഹാഫ് റോ വി സ്ക്വയറിനെത്തി പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്തറിയാം, എം ജി എച്ച് ആണെന്ന് അറിയാം. സോ പൊട്ടൻഷ്യൽ എനർജി ഇപ്പോൾ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എം ബൈ വി വരും. സോ എം ബൈ വി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം റോ. സോ ഇതെന്തായി, റോ ജി എച്ച് ആയി, ഇത് റോ വി സ്ക്വയർ ആയി, ഇത് പ്രഷർ. ഇത് നിങ്ങൾക്ക് പക്ക അല്ലേ, അതൊരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാണ്. ഇത് ഓക്കെ അല്ലടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഫിഗർ പോയിക്കൂടെ. ഈ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ എന്ത് ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട്, വെള്ളം ഒഴുകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ A1, ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ A2, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ വെലോസിറ്റി V1, അതുപോലെ ഇവിടുത്തെ പ്രഷർ P2, ഇവിടുത്തെ വെലോസിറ്റി V2. ഇതിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് V2, ഇതിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് എന്ത് V1. ഇതുവരെ ഓക്കെ അല്ലേ. ഈ എൻഡിനെ നമ്മൾ സാധാരണ A എന്ന് വിളിക്കും, ഈ എൻഡിനെ നമ്മൾ സാധാരണ B എന്ന് വിളിക്കും. അതേ സ്ഥാനത്ത് എ എന്ന് പറഞ്ഞ എൻഡിൽ നിന്നും എ ഡാഷിലേക്ക് വെള്ളം ഒഴുകി എത്തി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു V1 ഡെൽറ്റ ടി. അതുവരെ പക്കയാണ്. ഇതേപോലെ ഇവിടുന്ന് ബിയിൽ നിന്നും ബി ഡാഷിലേക്ക് വെള്ളം ഒഴുകി എത്തി, അവിടുത്തെ ഡിസ്റ്റൻസ് V2 ഡെൽറ്റ ടി. ഇത് കഴിഞ്ഞ ഡെറിവേഷനിൽ നമ്മൾ പക്ക ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാ. ഇത് ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, consider the flow of fluid in a pipe in differential cross-section area from the region A to B. എയിൽ നിന്നും ബിയിലേക്ക് എന്തായി, ഇതിലൂടെ സ്ട്രീം ലൈൻ ഫ്ലോ പോയി എഴുതി ആസ് ഷോൺ ഇൻ ഫിഗർ. ഇങ്ങനെ നമുക്ക് വൃത്തിക്ക് എഴുതി കൂടെ. ഈ സാധനം ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് H1 ആണ്. നമ്മൾ ഇങ്ങനെയാണ് പൈപ്പ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് പൈപ്പ് എടുത്തിരിക്കുന്നത്. ഈ പൈപ്പിന്റെ ഒരറ്റം ഹൊറിസോണ്ടലായിട്ട് H1 ഡിസ്റ്റൻസ് ആണ്, ആൻഡ് അതിന്റെ ഹൊറിസോണ്ടലായിട്ട് അറ്റേ എന്റെതാ H2 ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, P1 V1 A1 is the pressure, velocity and area at A, and P2 V2 A2 is the pressure, velocity, area at B, and H1 H2 എന്തൊക്കെ എഴുതാം നമുക്ക്. H1 and H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഹൈറ്റ് ഫ്രം ഹൊറിസോണ്ടൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിനെ നമ്മൾ എന്താക്കി എക്സ്പ്ലെയിൻ ചെയ്തു. ഇതുവരെ പക്ക അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇതാണല്ലോ പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. ഈ ഇക്വേഷൻ ആണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കേണ്ടത്. സോ അതിൽ എന്തൊക്കെ ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ നിന്നും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് അതിലെ നെറ്റ് വർക്ക് എന്ന് വെച്ചാൽ ടോട്ടൽ അത് എടുക്കുന്ന വർക്കും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിസൾട്ട് കിട്ടും. സോ അത് മനസ്സിൽ വെക്കുക. നമുക്ക് കിട്ടേണ്ട റിസൾട്ടിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, അതിൽ പ്രഷർ ഉണ്ട്. സോ ഈ പ്രഷറിന് ഇതൊക്കെ കണക്ട് ചെയ്യണേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചേഞ്ചിങ് കൈനറ്റിക് എനർജി, ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് നെറ്റ് വർക്കിന്റെ എന്തെടുക്കണം, ഇക്വേഷൻ കണ്ടുപിടിക്കണം എന്ന് മാത്രം മൈൻഡ് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. സോ അത് മാത്രം മൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പും തെറ്റത്തില്ല. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ചേഞ്ചിങ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഡെൽറ്റ എം. ഡെൽറ്റ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ചെയ്യില്ല ഇങ്ങനെ എടുക്കണ്ട. ചേഞ്ച് കൈനറ്റിക് എനർജി നിങ്ങൾക്ക് എപ്പോഴും ഓർത്തു വെക്കാൻ ഞാൻ പറയുന്നു, കെ ഫൈനൽ മൈനസ് കെ ഇനീഷ്യൽ ആണല്ലോ ചേഞ്ചിങ് കൈനറ്റിക് എനർജി. ഞാൻ എപ്പോഴും പറഞ്ഞു ഡെൽറ്റ കണ്ടു കഴിഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ കൈനറ്റിക് എനർജി എന്താ, ഹാഫ് എം ഡെൽറ്റ എം കൊടുക്കുക തൽക്കാലം. കാരണം കുറച്ച് മാസമായി ചേഞ്ച് ചെയ്യണുള്ളൂ എന്ന് തൽക്കാലത്തേക്ക് കൊടുക്കുക. അത് എം കൊടുത്താലും കുഴപ്പമില്ല, ഡെൽറ്റ എം ആണ് അതിന്റെ റൈറ്റ് ടേം. കാരണം കുറച്ച് ചേഞ്ച് ആണ് നമ്മൾ എടുക്കണുള്ളൂ. അവിടുത്തെ ഫൈനലിലുള്ള കൈനറ്റിക് എനർജി എന്താ വരിക, V2 സ്ക്വയർ അല്ലേ. കാരണം എന്താ, അവിടുത്തെ വെലോസിറ്റി V2 അല്ലേ. സോ V2 സ്ക്വയർ മൈനസ് കെ ഐ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഡെൽറ്റ എം ഇൻറ്റു എന്ത്, ഇവിടുത്തെ വെലോസിറ്റി എത്രയാ, V1 സ്ക്വയർ. സോ നമുക്ക് ഇതിൽ നിന്ന് ഹാഫ് ഡെൽറ്റ എം കോമൺ ആയിട്ട് എടുത്തൂടെ. സോ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് ഡെൽറ്റ എം ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് കിട്ടൂലേ. ഇതുവരെ പക്ക അല്ലേ. അത് അതുപോലെ തന്നെ അവിടെ വെക്കാം. ചേഞ്ചിങ് കൈനറ്റിക് എനർജി നമ്മൾ അവിടെ വെച്ചു. ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എങ്ങനെ കാണാം, പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ. പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ എന്താ, ഡെൽറ്റ എം ജി എന്തായിരുന്നു, ഇവിടുത്തെ എച്ച് അല്ലേ, എം ജി എച്ച് ആണ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ. ഇതാ നമ്മൾ പഠിച്ചു. സോ അവിടെ ഡെൽറ്റ എം എന്ത് വരും H2. യെസ്, വെരി ഗുഡ്. ഫൈനലിൽ H2 ആൻഡ് ഇവിടുത്തെ എന്താ വരിക, ഡെൽറ്റ എം ജി H1. കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി H1 ആണ്, ഹൈറ്റ് H1 ആണ്, ഇവിടുത്തെ H2 ആണ്. ഇതിൽ നിന്ന് ഡെൽറ്റ എം ജി കോമൺ ആയിട്ട് എടുത്തൂടെ. സോ ഡെൽറ്റ എം ജി H2 മൈനസ് H1 കിട്ടും. ഇതുവരെ പക്ക അല്ലേ.
പക്കാണ്. അടുത്ത് നമുക്ക് എന്താ കണ്ടത്? ടോട്ടൽ വർക്കാണ് കണ്ടത്. അതിലേക്ക് പോയിക്കൂടെ? ഇനി ഞാൻ പറയുന്ന കാര്യം എന്താ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഉണ്ടാകുന്ന വർക്ക് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ത് കാരണം? യെസ്, ഇവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ ഡ്യൂ ടു എന്താടാ? പ്രഷർ കാരണമാണ് ഇവിടെ വർക്ക് ഉണ്ടാകുന്നത്. പ്രഷർ കാരണം ഉണ്ടാകുന്ന വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? പി ഡെൽറ്റ വി. ഇത് നിങ്ങൾക്ക് അറിയാം, അവിടെ വെക്കുക. ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ വർക്ക് പ്രഷർ കാരണമാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ പ്രഷർ കാരണം, ഇവിടുത്തെ പ്രഷർ കാരണം. സോ വർക്ക് ഡ്യൂ ടു പ്രഷർ 1 പ്ലസ് വർക്ക് ഡ്യൂ ടു പ്രഷർ 2 ആണ് എന്ത്? ടോട്ടൽ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഉണ്ടാകുന്ന വർക്ക് ഡ്യൂ ടു പ്രഷർ 1 എന്താ? P1 ഡെൽറ്റ വി ആൻഡ് വർക്ക് ഡ്യൂ ടു പ്രഷർ 2 എന്താ? P2 ഡെൽറ്റ വി. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ആൻഡ് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? അങ്ങോട്ടാണ്. അവിടെ വെള്ളത്തിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് എന്താണ്? അങ്ങോട്ടാണ്. സോ ഇവിടെ ഉണ്ടാകുന്ന അറ്റ് എ എന്ന് പറഞ്ഞ എൻഡിൽ ഫോഴ്സ് അങ്ങോട്ടാണ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റും അങ്ങോട്ടാണ്. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. അത് ഓക്കെയാണ്. ബട്ട് അറ്റ് ബി എന്ന് പറഞ്ഞ എൻഡിൽ ഫോഴ്സ് എങ്ങോട്ടാണ്? നിങ്ങൾക്ക് സംഭവിക്കുന്ന പ്രഷർ ഇങ്ങോട്ടാണ്. അതെന്താന്നൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്താ? പ്രഷർ ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താ? വെള്ളം ഒഴുകുന്നത് ആ ഡയറക്ഷനിൽ തന്നെയാണ്. ഫോഴ്സ് ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടും. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഡിഫറെന്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ വർക്ക് എന്താ നമ്മൾ എടുക്കുക? വർക്ക് ഈസ് നെഗറ്റീവ്. നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ P2ന്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കണം? വർക്ക് P2 നെഗറ്റീവാന്ന് കൊടുക്കണം. ഇതുവരെ പക്ക അല്ലേ? ഇതാണ് ടോട്ടൽ നെറ്റ് വർക്ക്. അതുവരെ ഓക്കെ ആണ്. ആൻഡ് ഈ വർക്കിന് ഒരു പ്രത്യേകത, ടോട്ടൽ നെറ്റ് വർക്ക് എന്തിന് ഈക്വൽ ആണെന്ന് അറിയാം നിങ്ങൾ? ചേഞ്ചിങ് കൈനറ്റിക് എനർജിക്കും ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജിന്റെ സമ്മിന് ഈക്വൽ ആണ്. ഇതുവരെ നമുക്ക് ഓക്കെ ആയി. ഇതുവരെ നിങ്ങൾ എന്താക്കുക? നല്ല വൃത്തിക്ക് കള്ളിയിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്താക്കണം? ഇക്വേഷനിലേക്ക് പോകണം. ഇക്വേഷന്റെ ടേം റോയിലാണ്, റോ ജി എച്ചിലാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ടേം എമ്മിലാണ്. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പി ഡെൽറ്റ വിയിലാണ്. സോ നമുക്ക് ഇതിനെന്താക്കണം? അങ്ങനെ ചിന്തിക്കുക. ഇതിനെ റോയിലേക്ക് മാറ്റണം. നിങ്ങൾക്കറിയാം മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സോ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ? സോ ഇതിനെ അങ്ങനെ മാറ്റാം. മാസിന്റെ ഭാഗത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കൊടുത്തുകൂടെ? ഡെൻസിറ്റി റോ, വോളിയം ചെറിയ ചേഞ്ച് ആയതുകൊണ്ട് ഡെൽറ്റ വി എന്ന് കൊടുക്കുന്നു. പിന്നെ V2² മൈനസ് V1². സോ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ റോ ഡെൽറ്റ വി എന്ന് കിട്ടും. അതേപോലെ സിമിലർലി പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ എന്ത് കിട്ടും? റോ ഡെൽറ്റ വി ജി ഇൻറ്റു H2 മൈനസ് H1. ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് സമ്മീത് എഴുതി കൂടെ? വി നെറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചേഞ്ച് കൈനറ്റിക് എനർജീൻ്റെ സാധനം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചേഞ്ച് പൊട്ടൻഷ്യൽ എനർജീൻ്റെ സാധനം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മൂന്നിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഇതാണ് നമുക്ക് എന്താക്കേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. സോ വി നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡെൽറ്റ കെ ഇ ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് റോ ഡെൽറ്റ വി ഇൻറ്റു V2² മൈനസ് ഇതിനെ ആ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഹാഫ് റോ ഡെൽറ്റ വി ആൻഡ് V1². ഇതുവരെ ഓക്കെ അല്ലേ? എന്താ ചെയ്തതെന്ന്? ഇതിനെ ഹാഫ് റോ ഡെൽറ്റ വി ഇൻറ്റു V2² മൈനസ് ഹാഫ് റോ ഡെൽറ്റ വി ഇൻറ്റു V1² അത് ചെയ്തു. പ്ലസ് എന്താ ബാക്കി വരുന്നത്? ചേഞ്ചിങ് കൈനറ്റിക് എനർജി റോ ഡെൽറ്റ വി ഇൻറ്റു ജി ഇൻറ്റു H2 മൈനസ് H1 അങ്ങനെയല്ലേ കിട്ടുക? സോ ഇതിനെ ഞാൻ എന്താക്കി? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത്. സോ റോ ഡെൽറ്റ വി ജി H2 മൈനസ് എന്ത് കിട്ടും? റോ ഡെൽറ്റ വി ജി H1 കിട്ടും. ഇത്ര മാത്രമേ അല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഈ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം സാധനം എല്ലാ ടൈമിൽ വന്നാൽ വെട്ടിപ്പോവാ. എല്ലാത്തിനും ഡെൽറ്റ വി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വെട്ടി. സോ നമുക്ക് എന്ത് കിട്ടും? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ V2² മൈനസ് ഹാഫ് റോ V1² പ്ലസ് റോ ജി H2 മൈനസ് റോ ജി H1. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ H1 ഈ 1ന്റെ ടേം ഒക്കെ ഇവിടേക്ക് കൊണ്ടുവരിക, 2ന്റെ ടേം ഒക്കെ അവിടേക്ക് കൊണ്ടുവരിക. സോ ഇതെങ്ങനെ കിട്ടും? ഈ 1ന്റെ ടേം ഒക്കെ ഇവിടേക്ക് കൊണ്ടുവരിക, 2ന്റെ ടേം ഒക്കെ അവിടേക്ക് കൊണ്ടുവരിക. സോ ഇവിടെ P1 ഉണ്ട്, അവിടെ ഓക്കെ. ആൻഡ് ഇവിടെ എന്താ? 1ന്റെ ടേം മൈനസ് ഹാഫ് റോ V1². ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ഹാഫ് റോ V1² എന്നാവും. ആൻഡ് പിന്നെ ഏതാ വരുന്നത്? മൈനസ് റോ ജി H1. സോ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ
പ്ലസ് റോ ജി എച്ച് വൺ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഈ മൈനസ് P2 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് P2 പ്ലസ് എന്താവും? ഇവിടെ ഓൾറെഡി ഉള്ള ഹാഫ് റോ V1 സ്ക്വയർ ഹാഫ് റോ V2 സ്ക്വയർ ഇവിടെയുള്ള V2 സ്ക്വയർ ആൻഡ് എന്താ ബാക്കിയുള്ളത്? റോ ജി H2 പ്ലസ് റോ ജി H2 അവിടെ ബാക്കിയുണ്ട്. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതിന്റെ P1 പ്ലസ് ഇവിടെയുള്ള ചേഞ്ചിങ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു ഇവിടെയുള്ള പ്രഷർ പ്ലസ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് എന്തൊരു കോൺസ്റ്റന്റ് ആണെന്ന് എഴുതിക്കൂടെ? ഹെൻസ് എന്താ നമ്മൾ ബെർണോളിസ് തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ ബെർണോളിസ് തിയറത്തിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ആൻഡ് ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ W നെറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാണ് എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇതാണ് എന്ത് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. നിങ്ങൾ എഴുതിയതിന് ശേഷം ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് എഴുതുക. ഇതേപോലെ നിങ്ങളോട് ചോദിക്കും ബെർണോളിസ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ എന്ത് കൺസർവേഷൻ ആണ്. സോ ബെർണോളിസ് തിയറം ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതേ സ്ഥാനത്ത് നമ്മൾ നേരത്തെ പഠിച്ച എന്ത് continuity in the equation based on എന്താ law of conservation of mass can neither be created nor be destroyed. സോ ഇത് നമ്മൾ എഴുതി വെക്കുക, ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. ഇതേപോലെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? നമുക്ക് പ്രൂവ് ചെയ്തു. സോ നമുക്ക് അടുത്തേക്ക് പോയിക്കൂടെ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നാലാമത്തെ എന്താ? എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ്. ഇത് വളരെ മൊഞ്ചുള്ള ഡെറിവേഷൻസ് ഒന്നുമല്ല, ബട്ട് നമ്മളെ സ്റ്റുഡൻസ് എന്താകും സിമ്പിൾ ആയിട്ട് നോക്കും. നിങ്ങൾ എന്താക്കുക? ഒരു സ്പെറിക്കൽ ഒരു ലിക്വിഡ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യുക. ആ ലിക്വിഡ് ഡ്രോപ്പിന് ഒരു സർഫസ് ടെൻഷൻ ഉണ്ട്. ആ സർഫസ് ടെൻഷൻ കാരണം അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടടാ? ഒരു മോളിക്യൂൾസിനൊക്കെ ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. അതാണ് എന്താ? പി ഇൻസൈഡ്. ആൻഡ് അതിന്റെ മുകളിൽ ഒരു പ്രഷർ അനുഭവപ്പെടൂലേ? അതാണ് എന്താ? പി ഔട്ട്സൈഡ്. ഈ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻസൈഡ് മൈനസ് പി ഔട്ട്സൈഡ് ആണ്. സോ ഇത് ലിക്വിഡ് ഡ്രോപ്പിന്റെ കേസ് വരുമ്പോൾ പി ഇൻസൈഡ് മൈനസ് പി ഔട്ട്സൈഡിന്റെ ഇക്വേഷൻ എന്താണെന്ന് വരിക? 2s ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഡ്രോപ്പിന്റെ റേഡിയസ്. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ ആർ നമുക്ക് കിട്ടിയോ? ഇതാണ് എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ. നമുക്ക് ഇതാണ് എന്താക്കേണ്ടത്? ഈ എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. അത് ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ട ഇക്വേഷൻ. സോ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തണം. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണടാ? ആദ്യം നമ്മൾ ഒരു സ്ഫെറിക്കൽ ഡ്രോപ്പ് കൺസിഡർ ചെയ്യണം. അതിന്റെ റേഡിയസ് ആറാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു സർഫസ് ടെൻഷൻ കാരണം അതിനൊരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. ആ പ്രഷർ ഇൻസൈഡിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് അത് ചെറുങ്ങനെ വളരെ ചെറിയ തോതിലൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ 6 റേഡിയസ് ഉള്ള ഈ സ്ഫെറിക്കൽ ബോക്സ് ഒരു ഡെൽറ്റ 6 കൂടിയ റേഡിയസ് അതെന്താക്കുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എന്താക്കുക? വൃത്തിക്ക് എഴുതി വെക്കുക. കൺസിഡർ എ ലിക്വിഡ് ഡ്രോപ്പ് വിത്ത് റേഡിയസ് ആർ. എഴുതുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഡ്യൂ ടു സർഫസ് ടെൻഷൻ റിസൾട്ട് ദ പ്രഷർ ഇൻസൈഡ് എ സ്ഫെറിക്കൽ ഡ്രോപ്പ് ഈസ് മോർ ദാൻ ദ പ്രഷർ ഔട്ട്സൈഡ്. സോ പ്രഷർ ഇൻസൈഡ് കൂടുതലായിരിക്കും, പ്രഷർ ഔട്ട്സൈഡ്. ഡ്യൂ ടു ദിസ് റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ് ഇൻക്രീസ് ബൈ ഡെൽറ്റ ആർ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ലേ? എളുപ്പമല്ലേ? ഇത് പറഞ്ഞ കാര്യം നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി ഇങ്ങനെ തന്നെ വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നേടാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ഡിറൈവ് ചെയ്തെടുക്കണം. അതിനാദ്യം നമ്മൾ എന്ത് കാണണം? വർക്ക് ഡൺ ഇൻ ദിസ് എക്സ്പാൻഷൻ. ഈ എക്സ്പാൻഷന്റെ വർക്ക് ഡൺ കാണണം. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ നമുക്ക് പീൻ്റെ ടേമിലേക്ക് കൊണ്ടുവരാൻ പീനെ ഇംപ്ലിമെന്റ് ചെയ്യണം. സോ എഫ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ എന്ന് കിട്ടൂലേ? ഈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് പ്രഷർ ആണ്. സോ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ എക്സസ് പ്രഷർ. എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ പി ഇൻസൈഡ് മൈനസ് പി ഔട്ട്സൈഡ്. ഓക്കെ അല്ലേ? ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ സ്ഫിയർ എന്താ? യെസ്, സിമ്പിൾ. 4πr² ആണ്. ഈ ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാ സംഭവിക്കുന്നത്? ഡെൽറ്റ ആർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ സംഭവിക്കുന്നത്? സോ ഇൻറ്റു ഡെൽറ്റ ആർ. അതവിടെ വെക്കുക. ഈ വർക്ക് ഡണ്ണ് എന്തായിട്ടാണെന്ന് അറിയാം? നിങ്ങൾ ഈ ലിക്വിഡ് ഡ്രോപ്പിൽ സ്റ്റോർ ചെയ്യുന്നത് സർഫസ് എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ സർഫസ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് ഈ സർഫസ് എനർജിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇത് കമ്പയർ ചെയ്യുന്നു, ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നു. ഇത് മാത്രം നമ്മുടെ പ്രോസസ്സ്. സോ സർഫസ് എനർജിന്റെ ഇക്വേഷൻ എന്താ? സർഫസ് ടെൻഷൻ ഉണ്ട് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ സർഫസ് ടെൻഷൻ നമ്മൾ എസ് ആയിട്ട് എടുക്കും. ഇൻറ്റു ഈ ഇൻക്രീസിങ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എ. ഈ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലോ അവിടെ, അതാണ് ഡെൽറ്റ എ. ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും എന്താക്കുക? നിർബന്ധമായിട്ടും
പഠിച്ചു വെക്കുക. ഇതെന്താണ് ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആദ്യം വർക്ക് ഡൺ കാണുന്നു ആൻഡ് രണ്ടാമത്തത് അത് സർഫേസ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുന്നു. സോ സർഫേസ് എനർജിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ഡണ്ണും സർഫേസ് എനർജി ഈക്വൽ ആണ്. സോ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്നു ആൻഡ് അതിൽ നിന്ന് സാധനങ്ങൾ വെട്ടിപ്പോകുന്നു, നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നു. അതാണ് നമ്മുടെ പ്രോസസ്സ്. ഈ വർക്ക് എന്ന് വെച്ചാൽ ഇൻക്രീസിങ് സർഫേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെൽറ്റ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫൈനൽ മൈനസ് എ ഇനീഷ്യലാ. എ ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താ എ ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പൈ ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ. അതാണല്ലോ അതിൻ്റെ ഫൈനൽ ഏരിയ. ആർ പ്ലസ് ഡെൽറ്റ ആർ ഇതാണ് അതിൻ്റെ റേഡിയസ് ആർ പ്ലസ് ഡെൽറ്റ ആർ. സോ ഇതിൻ്റെ എന്താ പറയുക സർഫേസ് ഏരിയൻ്റെ ഇക്വേഷൻ എന്താ, 4 പൈ ആർ പ്ലസ് ഡെൽറ്റ ആറിൻ്റെ സ്ക്വയർ. 4 പൈ ആർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ മൈനസ് ഇനീഷ്യൽ ഏരിയ എന്താ 4 പൈ ആർ സ്ക്വയർ. 4 പൈ ആർ സ്ക്വയർ ഇതുവരെ പക്കല്ല. ഞാൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഈ ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ 4 പൈ പ്ലസ് ആർ ഡെൽറ്റ സ്ക്വയർ. അതിൻ്റെ റേഡിയസ് എത്ര വരും, ആർ പ്ലസ് ഡെൽറ്റ ആർ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 4 പൈ ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആറിൻ്റെ സ്ക്വയർ എന്താ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സിമിലർലി നമ്മളിങ്ങനെ ചെയ്തു 4 പൈ ആർ സ്ക്വയർ ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ചെറുതാണ്. ഇതോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 0.01 ഇൻറ്റു 10⁻⁻⁴ ആണെന്ന് വെച്ചോ. അത്രയും ചെറിയ വാല്യൂ ആണ്. സോ അതിനെ സ്ക്വയറും കൂടിയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാല്യൂ എന്താവും, 0 ഇൻറ്റു 10⁻⁻8 ആവും. എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞിട്ട് അത്രയും 0 വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആണ് നമുക്ക് എന്താകുക, സ്ക്വയർ ചെയ്യുന്നതും കിട്ടുക. ചെറിയ വാല്യൂവിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വളരെ ചെറിയ വാല്യൂ കിട്ടുക. സോ ഈ ഡെൽറ്റ ആർ സ്ക്വയറിനെ നമുക്ക് എന്താക്കാം, 0 ആയിട്ട് എടുക്കാം. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഡെൽറ്റ ആർ ഒക്കെ 0 ആണ്, സ്ക്വയർ എന്നാൽ 0 ആയിരുന്നു വരുന്നത്. ബാക്കി എന്താ വരുന്നത്, 4 പൈ ആർ സ്ക്വയർ പ്ലസ് 4 പൈ ഇൻറ്റു 2r ഇൻറ്റു ഡെൽറ്റ ആർ, 8 പൈ ആർ ഡെൽറ്റ ആർ. ഇവിടെ 0 ആയതുകൊണ്ട് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 മൈനസ് 4 പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പോയി, പ്ലസും മൈനസും പോയി. ആകെ ബാക്കി വരുന്നത് എന്താ, 8 പൈ ആർ ഡെൽറ്റ ആർ ആണ് നമുക്ക് കിട്ടുന്നത്. എന്ത്, ഇൻക്രീസിങ് ഏരിയ. ഈ ചെറിയ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നില്ലേ, അത് 8 പൈ ആർ ഡെൽറ്റ ആർ ആണ് കിട്ടുന്നത്. സോ ഇൻറ്റു 8 പൈ ആർ ഡെൽറ്റ ആർ. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ, സർഫസ് എനർജിന്റെ ഇക്വേഷൻ. സർഫസ് ഏരിയ ടെൻഷൻ നമ്മൾ എസ് എന്ന് എടുത്തു, 8 പൈ ആർ ഡെൽറ്റ ആർ. നമുക്ക് എന്തറിയാം, ഇതും ഇതും ഈക്വൽ ആണ് എന്നറിയാം. സോ ഈ ഇക്വേഷൻ 1 ഈക്വേഷൻ 2 1 ഈക്വൽ ടു 2 ആണ്. 1 ഈക്വൽ ടു 2 ആണ്. നമുക്ക് എഴുതിക്കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇനീഷ്യൽ മൈനസ് പി ഇൻസൈഡ് മൈനസ് പി ഔട്ട്സൈഡ് ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു 8 പൈ ആർ ഡെൽറ്റ ആർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പുറം ഇപ്പുറം സെയിം വന്നാൽ വെട്ടിപ്പോവാ, വെട്ടി. ആർ സ്ക്വയറിൽ ആറും ആർ സ്ക്വയറിന്റെ സ്ക്വയറും മാത്രം വെട്ടി. 4 പൈ 8 പൈയിൽ 2 പ്രാവശ്യം പോകും. സോ നമുക്ക് എന്ത് കിട്ടും, എക്സസ് പ്രഷർ പി ഇൻസൈഡ് മൈനസ് ഔട്ട്സൈഡ് നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ പി ഇൻറ്റു ഇവിടെ ബാക്കി ആകെ വരുന്ന എന്താ, ആർ ഈസ് ഈക്വൽ ടു 2s എന്ന് കിട്ടും. ഓ ഡെൽറ്റ പി ദെർഫോർ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 2s ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. സോ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തില്ലേ. ഇതാണ് എന്താ, എക്സസ് പ്രഷറിനെ ലിക്വിഡ് ഡ്രോപ്പിലുള്ള എന്ത് ഇക്വേഷൻ. ഇത് അവിടെ വെക്കുക. ഒക്കെ മനസ്സിലായില്ലേ, ഡിറൈവ് ചെയ്തില്ലേ, സിമ്പിൾ അല്ലേ. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്തൂടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ വെക്കുക. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിച്ചത് ഫോർ ലിക്വിഡ് ബബിളിലാണെങ്കിലോ, ലിക്വിഡ് ബബിളും ലിക്വിഡ് ഡ്രോപ്പിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ബബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊതി ഫൂ എന്ന് പറഞ്ഞ മറ്റേ ചന്തക്കൊക്കെ പോകുന്ന ബബിൾസ് ഇല്ലേ, അതാണ് ലിക്വിഡ് ബബിൾ. ഈ ലിക്വിഡ് ബബിളിന് 2 ഫ്രീ സർഫസ് ഉണ്ട്. നിങ്ങൾ ലിക്വിഡ് ബബിളാ ചോദിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക. ഇതുവരെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബബിൾ ഹാസ് 2 ഫ്രീ സർഫസസ്. സോ എക്സസ് പ്രഷർ പി ഇൻസൈഡ് മൈനസ് പി ഔട്ട്സൈഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഒരു സർഫസിൽ 2s ബൈ ആർ ആണ് നമ്മൾ എന്താക്കി എഴുതിയെടുത്തു. സോ 2 ഇൻറ്റു 2s ബൈ ആർ. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4s ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ഫോർ ബബിൾ. ഫോർ ലിക്വിഡ് ഡ്രോപ്പ് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ എഴുതി നിർത്തുക. സിമ്പിൾ അല്ലേ. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോയിക്കൂടെ, ഇത് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തയിലേക്ക് പോകാം, ലെറ്റ്സ് ഗോ. അടുത്ത 5ാമതാണ് എന്താ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഹൈറ്റ് ഓഫ് എ കാപ്പിലറി റൈസ്. ഈ കാപ്പിലറി റൈസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മളൊരു ബീക്കർ എടുക്കണു, അതിൽ വെള്ളം ഒഴിക്കണു, അതിൽ വളരെ തിൻ ട്യൂബ് ഇറക്കി വെക്കുമ്പോൾ ആ വെള്ളം തിൻ ട്യൂബിൽ കുറച്ച്
ഉയർന്നതായിട്ട് കാണാം. ഇതാണ് എന്ത് കാപ്പിലറി റേസ്. സോ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ കാപ്പിലറി റേസ് എന്താണെന്ന് ആദ്യം എഴുതിക്കൂടെ? സോ ആൻസർ എന്താ? കാപ്പിലറി റേസ് എന്താ? ഇറ്റ് ഈസ് എ ഫിനോമിന ഇൻ വിച്ച് ലിക്വിഡ് റൈസസ് എലോങ് എ തിൻ ട്യൂബ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ്. ഇതാണ് ഞാൻ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞത്. സോ നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീക്കർ എടുത്തു, അതിൽ തിൻ ട്യൂബ് ഇറക്കി വെച്ചു. സോ നമുക്ക് കാണേണ്ട എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിൻ ട്യൂബ് നോർമൽ ലെവലിൽ നിന്നും വെള്ളം ഉയർന്നല്ലോ. സോ എത്ര ഹൈറ്റിലാണ് ആ വെള്ളം ഉയർന്നതിന്റെ എച്ച് ആണ് നമുക്ക് കാണേണ്ടത്. ആദ്യം ഇത് മനസ്സിലാക്കാം. നമ്മൾ കാണേണ്ടത് എന്താ? ഈ ഹൈറ്റിന്റെ എക്സ്പ്രഷൻ ആണ്. സോ നമുക്ക് അതിലേക്ക് പോയിക്കൂടെ? അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം എന്തെടുക്കണം? ആദ്യം ഒരു ബീക്കർ എടുക്കുന്നു, അതിൽ തിൻ ട്യൂബ് ഇറക്കി വെക്കണം, അതിൽ വെള്ളം റേസ് ആയിരിക്കുന്നു. ആൻഡ് ഈ തിൻ ട്യൂബിന്റെ റേഡിയസ്, ഈ തിൻ ട്യൂബിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഇങ്ങനെയായിരിക്കുമല്ലോ, സർക്കുലർ ആയിരിക്കുമല്ലോ. സോ അതിന്റെ റേഡിയസ് ആണ് എന്താ? സ്മോൾ ആർ. അതിൽ എച്ച് ഹൈറ്റിലേക്ക് വെള്ളം ഉയർന്നു എന്ന് നമ്മൾ എന്താക്കുക? എഴുതി വെക്കുക. കൺസിഡർ എ വെർട്ടിക്കൽ കാപ്പിലറി ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ റേഡിയസ് ഈസ് ഈക്വൽ ടു ആർ ഇൻസേർട്ടഡ് ഇൻ എ ഓപ്പൺ വെസൽ ഓഫ് വാട്ടർ. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിന്റെ എക്സ്പ്രഷൻ കിട്ടണം. നമ്മൾ മനസ്സിലാക്കുക, എച്ചിന്റെ എക്സ്പ്രഷൻ കിട്ടണം. എച്ചിന്റെ എക്സ്പ്രഷൻ കിട്ടണം നമ്മൾ 1, 2, 3 ഈ 3 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ 3 പോയിന്റിലെ പ്രസന്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എച്ചിന്റെ എക്സ്പ്രഷൻ കിട്ടും. ആദ്യം തലേ കൊടുക്കാം. 3 പോയിന്റ് എടുത്തിട്ട് അതിൽ പ്രസന്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ചിന്റെ എക്സ്പ്രഷൻ കിട്ടും. ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. 3 പോയിന്റ് എടുത്തിട്ട് അതിൽ 3 പോയിന്റ് പ്രസന്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ചിന്റെ എക്സ്പ്രഷൻ കിട്ടും. സോ ഇത് മാത്രം നിങ്ങൾക്ക് വേണ്ടു. എക്സാമിന് മറന്നു പോവുക ഇത് ആലോചിച്ച് വെച്ചാൽ. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ കണ്ടുപിടിച്ചൂടെ? ഈ ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ നമുക്കറിയാം. വി നോ that P1 is equal to ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ ഈസ് ഈക്വൽ ടു സെക്കൻഡ് പോയിന്റിലെ പ്രഷർ പ്ലസ് എച്ച് റോ ജി. അതെങ്ങനെയാ? ഈ ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ കാണണമെങ്കിൽ ഈ ഫസ്റ്റ് പോയിന്റിന് നേരെയുള്ള മുകളിലുള്ള സെക്കൻഡ് പോയിന്റിലെ പ്രഷർ പ്ലസ് അതിന്റെ എച്ച് മൾട്ടിപ്ലൈഡ് ബൈ റോ ജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ കിട്ടും. കാരണം നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്കറിയാം. ബട്ട് നമുക്കറിയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ എന്തായിരിക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് ഈ പ്രഷർ ഔട്ട് സൈഡ് ആയിരിക്കും. അതെങ്ങനെയാ പ്രഷർ ഔട്ട് സൈഡ് ആവുക? ഇതാണല്ലോ ഫസ്റ്റ് പോയിന്റ്. ഞാൻ പറയുന്നു ഇത് പ്രഷർ ഔട്ട് സൈഡ് അല്ലേ? ഔട്ട് സൈഡ് ആണ്. കാരണം അത് വെള്ളത്തിന് പുറത്താന്നുള്ളത് ഔട്ട് സൈഡ് പ്രഷറാണ്. നിങ്ങൾ നോക്കിയേ, ഈ ഫസ്റ്റ് പോയിന്റും ഇതും തമ്മിൽ നേരെ സെയിം ഹൊറിസോണ്ടൽ ലൈൻ ആണല്ലേ. സോ സെയിം ഹൊറിസോണ്ടൽ ലൈൻ ആയാൽ സെയിം ഹൊറിസോണ്ടൽ ലൈനിലാണ്. സോ സെയിം ഹൊറിസോണ്ടൽ ലൈൻ ആയാൽ എന്തായിരുന്നു പ്രത്യേകത? അതിന്റെ പ്രഷർ സെയിം ആയിരിക്കും. അതിന്റെ പ്രഷർ സെയിം ആയിരിക്കും. പ്രഷർ ഈ സെയിം എഴുതുക. ആ ഹൊറിസോണ്ടൽ ലൈനിൽ എല്ലാ പോയിന്റിലെ പ്രഷർ സെയിം ആയിരിക്കും. അതുകൊണ്ട് P1 ഈക്വൽ ടു P ഔട്ട് സൈഡ് എന്ന് എഴുതാം. സോ ഈക്വേഷൻ എങ്ങനെയാവും? P1 വരെ P ഔട്ട് സൈഡ് കൊടുക്കുക, P2 പ്ലസ് എച്ച് റോ ജി. ഇതെന്താക്കാം? നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് ഇവിടെ എഴുതാം. ഇതുവരെ പക്ക അല്ലേ? പക്കാണ്. ഇനി രണ്ടാമത്തെ നോക്കിയാൽ രണ്ടാമത്തെ പോയിന്റ് ഞാൻ കുറച്ചുകൂടി ഇവിടെ സൂം ആക്കി വരച്ചു തരാം. ഇത് രണ്ടാമത്തെ പോയിന്റ് ആണ്. ഇത് മൂന്നാമത്തെ സ്ഥലമാണ്. ഇതിന് ഞാൻ കുറച്ച് സൂം ആക്കി വരക്കണമെന്നേ ഉള്ളൂ. ഇതിന്റെ എന്തിന്റെ റേഡിയസ്? ഈ ട്യൂബിന്റെ റേഡിയസ് 6 നമ്മൾ എടുത്തു. ബട്ട് നിങ്ങൾ ഈ നോക്കിയേ, ഇതിനെ നമുക്കൊരു സ്ഫിയർ ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തുകൂടെ? ഇങ്ങനെ ഗിഡ് 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 എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് ഒരു സ്ഫിയർ ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇത് കോൺകേവ് മെനിസ്കസ് അല്ലേ? സോ അതിനെ നമുക്കൊരു സ്ഫിയർ ആക്കി മാറ്റാം. ആ സ്ഫിയറിന്റെ റേഡിയസ് 6. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു ഇവിടെ ഉണ്ടാകുന്ന സ്ഫിയറിന്റെ എക്സസ് പ്രഷർ എന്തായിരുന്നു? അവിടെ എക്സ്പ്രസ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ P3, ഇവിടുത്തെ പ്രഷർ P2. സോ P3 മൈനസ് P2 എന്താവടാ? എന്തായിരിക്കും? 2s ഡിവൈഡഡ് ബൈ അതിന്റെ റേഡിയസ്. ഇത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. അവിടെ P3 എന്താ? ഇവിടുത്തെ P3 എന്താ റെഡിക്ക്? ഇവിടുത്തെ P3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് പുറത്തുള്ള സ്ഥലമല്ലേ? അത് P3 P ഔട്ട് സൈഡ് ആണ്. സിമ്പിൾ. സോ P3ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? P outside minus P2 is equal to 2s divided by R എന്ന് കൊടുക്കുക. അപ്പം P0 എന്താവും? P0 is equal to P outside is equal to minus P അങ്ങോട്ട് പോകുമ്പോൾ plus P2 plus 2s divided by R എന്നാവും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയോ? യെസ് കിട്ടി. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നോക്കിയേ. P0 ഇതിന്റെ ഒക്കെ LHSS അല്ലെ? LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എച്ചിന്റെ ഇക്വേഷൻ കിട്ടും. സിമിലർലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മാത്രമല്ലേ നമ്മൾ ഓർത്ത് വെച്ചത്. സോ കമ്പയറിങ് ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആ. കമ്പയറിങ് ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 and 2 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ LHSഉം ഇതിന്റെ LHSഉം ഈക്വൽ ആയതുകൊണ്ട് RHSഉം ഈക്വൽ ആയിരിക്കും. സോ P2 പ്ലസ് എച്ച് റോ ജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? P2 പ്ലസ് എന്ത് കിട്ടും? 2s ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. സോ P2 സെയിം അപ്പുറം ഇപ്പുറം വന്നു കഴിഞ്ഞാൽ വെട്ടിപ്പോ. സോ എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. എച്ചിന്റെ ഇക്വേഷൻ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. H ഈസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ എന്ത് കിട്ടൂടാ?
റോ ജി ആർ എന്ന് കിട്ടും. ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി വെക്കുക. ബട്ട് ഇതല്ല നമുക്ക് കിട്ടേണ്ട ഫൈനൽ ഇക്വേഷൻ. ഇതുവരെ നമുക്ക് കിട്ടി. ഇത് എന്തിന്റെ ടേംസിലാണ്? ഇതിന്റെ സ്ഫെറിക്കൽ, ഇതിന്റെ റേഡിയസിന്റെ ടേംസിലല്ലേ. ബട്ട് നമുക്ക് കിട്ടേണ്ടത് ഈ ട്യൂബിന്റെ ആർ എന്ന് പറഞ്ഞ റേഡിയസിലാണ്. സോ നമുക്ക് ഇനി എന്താക്കാം, ഇതിന് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. അതിലേക്ക് പോയിക്കൂടെ? അതിനു വേണ്ടി നമ്മളൊരു ടേം പഠിച്ചായിരുന്നു. എന്താടാ? ഒന്നുമില്ല, സിമ്പിൾ തീറ്റ ഈസ് ഈക്വൽ ടു കോണ്ടാക്ട് ആംഗിൾ. ഈ കോണ്ടാക്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിമ്പിൾ ആണ്. ആംഗിൾ ബിറ്റ്വീൻ എന്താ ടാൻജന്റ് ടു ദ സോളിഡ് സർഫസ് ടു ദ എന്താ ലിക്വിഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളിഡ് സർഫസിന്റെ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസിന്റെ ടാൻജന്റിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് എന്താ കോണ്ടാക്ട് ആംഗിൾ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ എന്താവും? തീറ്റയാവും. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ തീറ്റയാവും. ഇവിടുത്തെ കോസ് തീറ്റ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആറിന്റെയും ടേമിൽ കിട്ടുമല്ലോ. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ആറിന് എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യാൻ വേണ്ട, അങ്ങനെ ചിന്തിക്കുക. ആറിന് എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യണം. സോ ആറ് തമ്മിലുള്ള റിലേഷൻ കിട്ടണം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ്. ഈ അഡ്ജസൻറ്റ് സൈഡ് എന്താ? 6. ഹൈപ്പോട്ടിനോസ് എന്താ? ക്യാപിറ്റൽ ആർ. സോ നമുക്ക് ആർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആർ ബൈ കോസ് തീറ്റ എന്ന് കിട്ടുമല്ലോ. കാരണം എന്താ? ഡിവൈഡഡ് ബൈ ആർ ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ ആർ ആവും. ഈ മൾട്ടിപ്ലൈഡ് ബൈ കോസ് തീറ്റ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആവും. സോ ആർ ഈസ് ഈക്വൽ ടു ആർ ബൈ കോസ് തീറ്റ എന്ന് കിട്ടി. സോ ഈ ഇക്വേഷൻ്റെ അകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടിയല്ലോ. നമുക്ക് എന്ത് വേണം? ആറിന്റെ ടേമിൽ വേണം, അതുകൊണ്ട് മാത്രം. സോ എച്ച് ഈസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ റോ ജി. ആറിന് പകരം എന്ത് കൊടുക്കുക? ആർ ബൈ കോസ് തീറ്റ കൊടുക്കുക. ഈ ബൈ കോസ് തീറ്റ മുകളിൽ പോകുമ്പോൾ ഇൻറ്റു കോസ് തീറ്റ ആവും. സോ 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ജി ആർ. എച്ച് ഈസ് ഈക്വൽ ടു ഇത് കിട്ടും. ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ സസ്പെക്ട് ടെൻഷൻ ആണ്, ഡെൻസിറ്റി ആണ്, ജി എന്ന് പറഞ്ഞാൽ അതാണ്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? റേഡിയസ് ഓഫ് ദ എന്താ ഈ തിൻ ട്യൂബ്. നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ത്? ഈ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ എച്ചിന്റെ വാല്യൂ കൂടും. സോ ഇത് എത്ര തിന്നാവണോ അത്രേ ഹൈറ്റിൽ അത് കയറി പോകണമെന്ന് മനസ്സിലാവുക. ആറ് കുറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കൂടും. സോ എത്ര റേഡിയസ് കുറയുന്നോ അത് അത്രയും വെള്ളം മുകളിലേക്ക് പോകും. അതാണ് എവിടെ നടക്കുന്നത്. വലിയ വലിയ മരങ്ങളിലൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വെള്ളം എത്തുന്നത് ആരെങ്കിലും പമ്പ് ചെയ്യണതാണോ? അല്ല, ഇത്രയും ചെറിയ സാധനത്തിൽ കൂടിയാണ് അത് വെള്ളം മുകളിലേക്ക് പോകുന്നത്. അതാണ് ഇവിടുത്തെ ഫിസിക്സിന്റെ ബ്യൂട്ടി. ഞാൻ പറയലുണ്ട്, ഫിസിക്സ് ഇത്രയും ബ്യൂട്ടിഫുൾ ആടാ. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? ഇങ്ങനെയൊക്കെ ഏത് നിന്നുമ്പോൾ സോറി കേട്ടോ, ഇവിടെ ഒരു പോയിന്റ് കൂടി. എക്സസ് പ്രഷർ അറ്റ് എന്താ പറയുക? കോൺകേവ് മെനിസ്കസ് എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായി? കാണുന്നവർക്ക് ഒരു വൃത്തിയായി. ഈ മെനിസ്കസിലെ എക്സസ് പ്രഷറാണ് ഈ ഇക്വേഷൻ. ബാക്കിയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്തു, ഫൈനൽ ആൻസർ ഇത് എഴുതി, ആൻഡ് ഓരോ ഈച്ച് ടേമിന് എന്താണെന്ന് നിങ്ങൾ റെപ്രസെന്റ് ചെയ്തു. ഇത്രയും മാത്രം ചെയ്താൽ തന്നെ ഇതിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടിക്കോളൂ. സോ ലാസ്റ്റ് ടൈം ഫൈനൽ ഒരു ഡെഫിനേഷൻ കൂടി, ഒരു ഡെറിവേഷൻ കൂടി ഉണ്ട്, അതിലേക്ക് പോയിക്കൊടുക്കുക. ലെറ്റ്സ് ഗോ. ലാസ്റ്റ് ടൈം ഫൈനലി നമ്മൾ ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു ഡെറിവേഷൻ. ബട്ട് നമ്മൾ എന്താക്കും? വളരെ സിമ്പിൾ ആയിട്ട് നോക്കൂലേ? ഒന്നുമില്ലടാ. എന്താടാ ഡെറിവേഷൻ? നമ്മുടെ കയ്യിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിലേക്ക് നമ്മളൊരു സ്പെറിക്കൽ ബോൾ ഇടുന്നു. അപ്പോൾ അത് താഴേക്ക് വരുമ്പോൾ അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി ആണ് നമ്മൾ എന്ത് പറയാ? ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം. സോ ഈ ടെർമിനൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല. ഈ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗ്യാസിനെയും ലിക്വിഡിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്താ? ഫ്ലൂയിഡ് എന്ന്. സോ ഒരു മയത്തുള്ളി നമുക്ക് താഴേക്ക് വീണു. സോ അതൊരു ഫ്ലൂയിഡ് കൂടിയല്ലേ വരുന്നത്, ഗ്യാസ് കൂടിയല്ലേ വരുന്നത്. അപ്പോൾ അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി. അതുപോലെ അല്ലേ നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഒരു സ്പെറിക്കൽ ബോൾ ഇടുന്നു. സോ അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി. ഇതിനെയൊക്കെയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം. സോ ടെർമിനൽ വെലോസിറ്റി എന്താണെന്ന് എഴുതി കൂടെ? മാക്സിമം വെലോസിറ്റി അറ്റ് വിച്ച് നെറ്റ് ഫോഴ്സ് ഓൺ എ ഫാളിംഗ് ബോഡി ബിക്കം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാക്സിമം അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതലായി അറ്റൈൻ ചെയ്യാനാവില്ലല്ലോ. സോ അതിന്മേൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ താഴോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി സ്പീഡ് കിട്ടൂലേ, മുകളിലോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് കുറയൂലേ? സാർ അങ്ങനെ ഒന്നുമില്ല. അതിന്റെ നെറ്റ് ഫോഴ്സ്, അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആവുമാണ് അത് മാക്സിമം വെലോസിറ്റിയിൽ അറ്റൈൻ ചെയ്യുക. അത് നമുക്കറിയാം. സോ അതിനെയാണ് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി എന്ന് അറിയാം. സോ നമുക്ക് ഇത് ഡിറൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ എടുക്കണം? ഒരു സ്പെറിക്കൽ ബോൾ എടുക്കണം, അതിന്റെ റേഡിയസ് r എടുക്കണം. സിമ്പിൾ. അതൊരു ഫ്ലൂയിഡ് കൂടെ വരുന്നുണ്ട് എന്ന് എടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് 3 ടൈപ്പ് ഫോഴ്സാണ്. ഒന്ന് ഇതിന്റെ വെയിറ്റ്, അതാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Fg, അത് നമുക്കറിയാം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? വിസ്കസ് ഫോഴ്സ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ പഠിക്കാത്തൊരു ഫോഴ്സ് ഉണ്ട്, ബോയൻ ഫോഴ്സ്. ഇതുകൂടി അതിന്മേൽ ആക്ട് ചെയ്യും. ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒക്കെ എങ്ങോട്ടാണെന്നറിയോ? ഈ വിസ്കസ് ഫോഴ്സ് എന്ന് വെച്ചാൽ വിസ്കസ് ഫോഴ്സ് അതിനെ മുകളിലോട്ട് ആക്ട് ചെയ്യാം, ബോയൻ ഫോഴ്സും അതിന്റെ മുകളിലോട്ട് ആക്ട് ചെയ്യുക. ബട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതിന്റെ സെന്ററിലേക്ക് താഴേക്കല്ലേ വലിക്കുക. സോ അത് താഴേക്ക് ആക്ട് ചെയ്യുക. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഇവിടെ എഴുതി വെക്കുക. എന്താ? കൺസിഡർ എ ഫോളിംഗ് ബോഡി വിത്ത് റേഡിയസ് ആർ ത്രൂ എ ഫ്ലൂയിഡ്
സിമ്പിൾ, ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഡ്രോപ്പ് ആർ. ഈ മോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? ഫസ്റ്റ് വൺ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, അതാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg. അതെങ്ങോട്ട്? ഡൗൺവാർഡ്സിലേക്ക്. അടുത്ത ബോയൻ ഫോഴ്സ് അതെങ്ങോട്ട്? അപ്വാർഡിലേക്ക്. ആൻഡ് വിസ്കസ് ഫോഴ്സ് അതെന്ത്? അപ്വാർഡിലേക്ക്. ആ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ത്? 6π∗rv. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്, സിമ്പിൾ ആണ്. ഇത് മനസ്സിലായോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത്? ഇതിന് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ അതിന്റെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നെറ്റ് ഫോഴ്സ് ഇൻ ഇക്വിലിബ്രിയം എന്നാലേ മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുക. അപ്പൊ അതിന്റെ നെറ്റ് ഫോഴ്സ് എന്താണ്? സിമ്പിൾ ആണ്, 0. ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിലായിട്ട് എന്തൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്? FV പ്ലസ് FBL ആക്ട് ചെയ്യുന്ന ബോയൻ ഫോഴ്സും വിസ്കസ് ഫോഴ്സും അല്ലേ? ഇതിന് ഈക്വൽ ആണെങ്കിൽ അല്ലേ അത് ഇക്വിലിബ്രിയത്തിലാവും. സോ അത് FGക്ക് ഈക്വൽ ആവുന്ന പോയിന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇതിന് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എടുക്കും. സോ മനസ്സിലാക്കുക, ആദ്യം എന്തെടുക്കുന്നു? നമ്മൾ സ്പെറിക്കൽ ബോൾ എടുക്കുന്നു, ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിലേക്ക് അതിനെ ഇടുന്നു. ആൻഡ് അത് ഇടുമ്പോൾ അതിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. 2 ഫോഴ്സ് മുകളിലോട്ട്, 1 ഫോഴ്സ് താഴോട്ട്. അതിൽ 2 ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോയൻ ഫോഴ്സും വിസ്കസ് ഫോഴ്സും, താഴേക്കുള്ളത് അതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് മൂന്നിനെ നമ്മൾ എഴുതുന്നു. അതിനെ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണ്. അതിനെ കമ്പയർ ചെയ്യുന്നു, നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നു. ഇത് മാത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ സിമ്പിൾ ആയി. സോ നമുക്ക് അതിലേക്ക് പോയി കൂടെ. ഇതിന്റെ ഇക്വേഷൻ എന്താ? 6π∗rv. ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എഫ് നെറ്റ് 0 ആകുമ്പോഴാണല്ലോ മാക്സിമം വെലോസിറ്റി കിട്ടുക. സോ ഈ വെലോസിറ്റിനെ പറയുന്ന പേരാണ് എന്താ? ടെർമിനൽ വെലോസിറ്റി. ഇതൊക്കെ വെറുതെ മാർക്ക് ചെയ്താൽ ഇട്ടേക്കാം, നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. ടെർമിനൽ വെലോസിറ്റി പ്ലസ് FB ഞാൻ എന്താണ് ഇപ്പം പറഞ്ഞുതരാം. = ഇതെന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു? mg ആണെന്ന് നമുക്കറിയാം. ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി mg ആണെന്ന് അറിയാം. ഞാൻ പറഞ്ഞു നമുക്ക് ഇതിനെയൊക്കെ റോന്റെ ടേമിലാണ് കിട്ടേണ്ടത്. സോ എമ്മിനെ നമുക്ക് എന്താ മാറ്റാം? ഡെൻസിറ്റി = മാസ് ബൈ വോളിയം. മാസിനെ നമുക്ക് എന്താക്കാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ആൻഡ് ഇത്ര മാത്രം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ ഇക്വേഷൻ എങ്ങനെ മാറും? 6π∗rv പ്ലസ് FB = ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു g. ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ബോഡിയാ. സോ ഡെൻസിറ്റി ഓഫ് ദ ബോഡി റോ ബി എന്ന് എഴുതാം. ഈ ബൊയാൻ ഫോഴ്സ് ഇല്ലേ, ഈ ബൊയാൻ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി. റോ VG സെയിം സാധനം എഴുതി കൊടുക്കുക. ബട്ട് ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ഏതിലൂടെയാണ് ഒഴുകുന്നത് അതിന്റെ ഡെൻസിറ്റി ആണ് ഇവിടെ. ഏതാണ് ഒഴുകുന്നത് അതിന്റെ ഡെൻസിറ്റി അവിടെ. ഇത്ര മാത്രം പോരെ, ഇത് മാത്രം മതി. ആൻഡ് നമുക്ക് എന്താക്കാം? ഇതിൽ നിന്ന് ഇനി എന്ത് ചെയ്യടാ? ഇതിൽ ഈ ടേമിൽ VG ഇനി എന്ത് ചെയ്യടാ? ഈ കോമൺ ടേം വരുന്ന സാധനത്തിന് ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാം. സോ നമുക്ക് എങ്ങനെ കിട്ടും? സിമ്പിൾ ആയിട്ട് കിട്ടും. π∗rv = ഈ ടേമിന് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എന്താവും? മൈനസ് ആവും. റോ VG ഇതെന്താ? ബോഡി മൈനസ് റോ FVG. ഈ VG കോമൺ ആയിട്ട് എടുത്തുകൂടെ? സിമ്പിൾ. VG × റോ B മൈനസ് റോ F എന്ന് കിട്ടും. ഇത് മാത്രം മതി. ഈ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താ? വോളി അല്ലേ? ഈ വോളി എന്ന് പറഞ്ഞാൽ ഈ ബോഡീന്റെ വോളി അല്ലേ? ഈ ബോഡീന്റെ വോളി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇത് സ്ഫിയർ അല്ലേ? സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? സിമ്പിൾ, നമുക്കറിയുന്ന കാര്യം 4/3πr³. ഇത് മാത്രമാണ് ഈ ബോഡീന്റെ വോളിയം. സോ അതിനെ അങ്ങോട്ടേക്ക് കൂടി മാറ്റാം. സോ ഈ വിക്ക് പകരം 4/3πr³ കൊടുക്കണം. വിനെ മാറ്റിയിട്ട് 4/3πr³ കൊടുക്കണം. അത് മാത്രം മനസ്സിൽ കൊടുക്കാം. സോ 6π∗rv = എന്ത് കിട്ടും? 4/3πr³ g × റോ ബി മൈനസ് റോ എഫ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പുറം സെയിം സാധനം കണ്ടാൽ ഞാൻ വെട്ടിക്കോ. എന്തൊക്കെ വെട്ടാം? പയ്യും വെട്ടാം. ഈ ആറും r² r³ എന്താവും? r² ആവും. പിന്നെ ബാക്കിയുള്ള എന്താ? 6 and 4. 6ൽ 4, സോറി കേട്ടോ, പൈക്ക് വരാൻ ഞാൻ 4 വെട്ടിയത്. 6ഉം 4 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 വരും. ഇവിടെ എന്ത് വരും? 4ൽ 2 വരും. സോ നമുക്ക് ഇതിൽ എന്തൊക്കെ ബാക്കിയുണ്ട്? 3𝜃v = 2/3r²g × റോ ബി മൈനസ് റോ എഫ്. ഇതിന് നമുക്ക് എന്താക്കാം? ഈ വീന്റെ ടേമിൽ നമുക്ക് കിട്ടേണ്ടത് അതാണല്ലോ ടെർമിനൽ വെലോസിറ്റി. സോ വീന്റെ ടേമിലേക്ക് മാറ്റണമെങ്കിൽ ഇതിനങ്ങ് അടിയിലേക്ക് കൊണ്ടുപോകാം. സോ ഈ ഇക്വേഷൻ ഫൈനലി ബിക്കംസ് എന്റെ കറുത്ത എന്നെ വിടടാ. ഇക്വേഷൻസ് ഫൈനലി ബിക്കംസ് v = ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 എന്താ വരിക? ഇത് 3 × 3 9 ഈറ്റ. ഇവിടെ മുകളിൽ വരും r²g × എന്താ? റോ ബി മൈനസ് റോ എഫ്. ഇതിൽ ഓരോ ഈച്ച് ടേമിനെയും നിങ്ങൾക്ക് എന്താക്കാം?
എന്താ ഈ ടേം ആർ എന്താ, ജി എന്താ, ഇറ്റ് എന്താ, റോബി എന്താ, റോഫ് എന്താ, ഈച്ച് ടേം നമുക്കറിയാലോ. അതിനൊക്കെ താഴെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ സിമ്പിളായി. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ, ഫൈനലി എന്താ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ ബോഡി ത്രൂ എ ഫ്ലൂയിഡ് എന്ന് എഴുതാം. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്കൊക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതിലെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 6-ാം തീയതി ആയി, 8-ാം തീയതി രാത്രി ഞാൻ പോടാ. ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ വന്ന് 2 ആഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖയില്ലാണ്ടായി, 2-3 ഫാമിലി ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാർ അതെടുക്കോ, സാർ ഇതെടുക്കോ, ഇതിന് പോസ് ചെയ്യോ, അത് പോസ് ചെയ്യോ, നിങ്ങൾ പറയുന്ന ഓരോ കമൻസും, നിങ്ങൾ 10-40 സ്റ്റുഡൻസാണ് ഇത് കറക്റ്റ് ഫോളോ ചെയ്യാറ്. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് കാര്യങ്ങളൊന്നുമില്ല. സോ 10-40 സ്റ്റുഡൻസാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കാരണം ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഞാനൊരു വെക്കേഷന് വന്നതാണ്, ഇനിയിപ്പോൾ എനിക്ക് പോകാനായി. ബട്ട് അതൊക്കെ മാറ്റി വെച്ച്, ഞാൻ എൻ്റെ ലൈഫൊക്കെ മാറ്റി വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കൽ. സോ ഞാൻ എൻ്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമാണ് കുറച്ച് കാലങ്ങളായിട്ട്. സോ എനിക്കും പോകാനായി, എനിക്കും നിങ്ങളൊക്കെ മിസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന കമൻസ്, ഞാൻ ഇതൊക്കെ എഫേർട്ട് ഇട്ടിട്ട് ഇടുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നല്ല എന്താ പറയുക, സാർ അത് മനസ്സിലായി, സാർ ഇത് മനസ്സിലായി, സാർ ഇത് എടുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങൾ തരുന്ന കമൻ്റ് ഒക്കെയാണ്. സോ നിങ്ങൾക്കൊക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്തൊക്കെ, ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ എന്നൊന്നും ഞാൻ പറയാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും കണക്കാക്കുന്ന ഓരോ സ്റ്റുഡൻ്റ്. സോ ഇതിപ്പോൾ എനിക്കൊരു 800 സബ്സ്ക്രൈബർ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണക്കാക്കുക അത് 20 ക്ലാസ് ആണല്ലോ. ഒരു 40 ക്ലാസ് വെച്ച് കൂട്ടാണ്, അതൊരു 20 ക്ലാസ് ആണല്ലോ. സോ 20 ക്ലാസ്സിലെ കുട്ടികൾക്കാണല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നത്. സോ ആ മൈൻഡിലാണ് ഞാൻ ക്ലാസ് എടുക്കാറ്. സോ പിന്നെ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഒരാളാണ് ഫോളോ, ഞാൻ പണ്ടേ പറയുന്ന കാര്യം, ഒരാളാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വൃത്തിക്ക് എടുക്കാറുണ്ട്. അതേപോലെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തുടക്ക സമയത്ത് ഒരു കുട്ടി മാത്രം കറക്റ്റ് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ പേര് ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കുട്ടി. ആ കുട്ടി ഒരു ബോക്സറാണ്, സ്പോർട്സ് പേഴ്സൺ ആണ്, ആൻഡ് സ്റ്റഡീസും കൂടിയാണ്. സോ ആ സ്റ്റഡീസും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, സാർ അതെന്താ ചെയ്യുക, ഇതെന്താ ചെയ്യുക, ഞാനെങ്ങനെയാണ് കൊണ്ടുപോകുക. ആ കുട്ടി കറക്റ്റ് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. സോ ആ കുട്ടിയൊക്കെ കമൻ്റ് ഇടുമ്പോൾ പോലും ഞാൻ ആ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അതേപോലെ അതാ ഞാൻ പറഞ്ഞത്, ആ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നോ അത് നിങ്ങൾ 40 ആൾ പറഞ്ഞാലും ഞാൻ ചെയ്യുന്നുണ്ട്, 80 ആൾ പറഞ്ഞാലും ഞാൻ ചെയ്യുന്നുണ്ട്. സോ അത്രയും പേഷനേറ്റാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ. സോ നിങ്ങൾക്ക് ഇനി എന്ത് ക്ലാസ് വേണം, ഇനിയിപ്പോൾ എനിക്ക് 2 ദിവസം കൂടി ഉണ്ട്. സോ നിങ്ങൾ പറയാനുണ്ട് റൊട്ടേഷൻ എടുക്കാൻ, അത് എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റണമെങ്കിൽ ഞാൻ എടുക്കും. ഈ 2 ദിവസം കൊണ്ട് മാക്സിമം വീഡിയോസ് ഞാൻ ഇന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഞാൻ അപ്ലോഡ് ചെയ്യും. അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ക്ലാസ് എടുക്കാൻ. അവിടെ ആ സെറ്റപ്പ് ഒന്നും എനിക്ക് കിട്ടണില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടണില്ല. ബട്ട് എന്നും പോയി ഞാൻ എന്നും ട്രൈ ചെയ്യും. നിങ്ങൾക്ക് ആ പ്രതീക്ഷ ഞാൻ തരുന്നുണ്ട്. ഞാൻ എന്നും ട്രൈ ചെയ്യും. അവിടെ ക്ലാസ് എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ അറേഞ്ച് ചെയ്യാൻ മാക്സിമം നോക്കുക. ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും, നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്താക്കുക, നല്ല കമൻറ്റ്സ് ഇടുക, നിങ്ങളെ റെഡിക്കുള്ള അഭിപ്രായങ്ങൾ ഇടുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി സജസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ മാത്രം പഠിച്ചാൽ പറയുന്നത്, നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയോ വേണ്ടാത്തൊന്നും ഞാൻ പറയില്ല. കാരണം അതൊക്കെ എൻ്റെ സ്റ്റുഡൻസായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആവാതിരിക്കാം. ആൻഡ് ഇതുപോലെ തന്നെ +2ൻ്റെ ക്ലാസ് എടുക്കണം. സോ +1 നിങ്ങൾ എൻ്റെ കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ +2 ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് എന്താക്കും, എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും എന്ന് എന്താ ഒരു പാഷനേറ്റായിട്ടുള്ള ടീച്ചർ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, പോയിരുന്ന് പഠിക്കുക. അത്രയേ ഉള്ളൂ. എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ ആളായി നിങ്ങളുമായിട്ടും ഈ ക്ലാസ്സായിട്ടും എൻ്റെ റൂമായിട്ടും ഒക്കെ. സോ അത്രയേ ഉള്ളൂ. ടാറ്റ, പോയിരുന്ന് പഠിക്കുക. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒക്കെ പോയിരുന്ന് പഠിക്കുക. ഈ ഡെറിവേഷൻസ് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. കുരുത്തക്കേടായിട്ട് കളിച്ചാൽ എഴുതി തന്നെ പഠിക്കുക. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്. സോ നിങ്ങൾ എന്താക്കണം, കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. കഷ്ടപ്പെട്ടിട്ടല്ല, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുക. അത്രയും എളുപ്പത്തിലല്ല ഞാൻ ഇത് പറഞ്ഞത്. മനസ്സിലായില്ലേ? പോയിരുന്ന് പഠിക്കൂലേ? ഓക്കെ അല്ലടാ? സെറ്റ്. ഓൾ ദ ബെസ്റ്റ്.